നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ജയശ്രീ ഗോവിന്ദ്, നിങ്ങളുടെ വിശ്വസ്ത വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്ന് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയർ സ്പോൺസേഡ് റിട്ടയർമെൻറ്റ് പ്ലാൻ. ഈ പ്ലാനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്തെന്നെല്ലാം ഇവിടെ വിശദീകരിക്കാം. എംപ്ലോയർ സ്പോൺസേഡ് റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാപനത്തിൽ അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന റിട്ടയർമെൻറ്റ് സംരക്ഷണ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ജീവനക്കാർക്ക് അവരുടെ റിട്ടയർമെൻറ്റിനായിട്ട് സാമ്പത്തികമായ ഒരു സഹായം നൽകുന്ന ഒരു മാർഗമാണ്. യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് അവരവിടെ ജോലി ചെയ്യുന്ന ആ സമയത്തിനുള്ളിൽ ഒരു നല്ല തുക സമ്പാദിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഒരു ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാനാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ആനുകൂല്യങ്ങൾ അവിടെ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം, അതായത് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാനും ഇത് നിക്ഷേപിക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്തം ആ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനാണ്. അടുത്ത ഒരു പ്ലാൻ എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള ഒരു പ്ലാനാണ്. അത് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് US അത് പൊതുവായ ഒറ്റ പ്ലാനേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യയിലാണ് EPF പോലെയുള്ള പല വൈവിധ്യമായ പ്ലാനുകളും ഉള്ളത്. ഈ പ്ലാനുകളിൽ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ജീവനക്കാർ നിക്ഷേപിക്കും, അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനവും അതിനോട് യോജിച്ച ഒരു തുക നിശ്ചയിക്കും. അപ്പോൾ ഒരു പാർഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് അവിടെ വരുന്നത്. പക്ഷേ സ്ഥാപനം നിക്ഷേപിക്കുന്നത് കൊണ്ട് ഒരു പോർഷൻ, അതായത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പോകുന്ന ഒരു ചെറിയ പോർഷൻ്റെ കൂടെ മറ്റൊരു പോർഷനും കൂടി ആഡാവുകയാണ്. അപ്പോൾ അത് ഒരു ജീവനക്കാരെ സംബന്ധിച്ച് അത് ഒരു നല്ല കാര്യമാണ്. അവർക്കൊരു ഒരു ആനുകൂല്യം അവിടെ, ഫ്രീ ആയിട്ടുള്ള ഒരു ആനുകൂല്യം അവിടെ കിട്ടുകയാണ്, ഒരു എമൗണ്ട് അവിടെ കിട്ടുകയാണ്. ഇനി ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രീ ടാക്സ് അടിസ്ഥാനത്തിലാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ വരുമാനം അതനുസരിച്ചിട്ടുള്ള ഒരു നികുതി വിധേയമായ വരുമാനമാണ് അവിടെ വരുന്നത്. പിന്നെ നിക്ഷേപം പിൻവലിക്കുന്നവരെ ആ ഒരു നമുക്ക് ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. പിൻവലിച്ച് കഴിയുമ്പോൾ അതിന് ഒരു ടാക്സ് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത് ഈ പല സ്ഥാപനങ്ങളും ഒരു ഭാഗം അവർ സംഭാവന ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫണ്ട് വളരെ വേഗത്തിൽ വളരും. കാരണം ഒരു ജീവനക്കാരനെ സംബന്ധിച്ച് അയാൾ ഒരു ചെറിയ പോർഷനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, മറ്റൊരു പോർഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണ്. അപ്പോൾ അയാൾക്കത് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമ്പാദ്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അയാളുടെ സമ്പാദ്യം വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് സേവിങ്സ് ആണ് അവിടെ നടക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലും പൊതുവായിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് കൃത്യമായ ഒരു ഡേറ്റിൽ ഈ ഒരു പോർഷൻ അതിന് വേണ്ടി സേവ് ചെയ്യപ്പെടുകയാണ്. അപ്പം നമ്മൾ കൊണ്ടുപോയി ഓർമ്മിച്ച് വെച്ചൊക്കെ കൊണ്ടുപോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാത്തത് കൊണ്ട് തന്നെ അത് ഒരു റെഗുലറായിട്ട് ഒരു സേവിങ്സ് അവിടെ നടക്കാനായിട്ട് ഈ ഒരു പ്ലാൻ സഹായിക്കും എല്ലാവരും. പിന്നെ അത് എങ്ങനെ നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യേണ്ടത് എപ്പോഴും പോർഷൻ കൊടുക്കുന്നത്, അതായത് കമ്പനി എത്ര പോർഷൻ ഇടുന്നോ അത്രയും തന്നെ നമ്മൾ സംഭാവന ചെയ്യുക, അല്ലെങ്കിൽ ജീവനക്കാരൻ സംഭാവന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് സമ്പാദ്യം പെട്ടെന്ന് വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻക്രിമെൻറ്റ് നമ്മുടെ ഇൻകത്തിൽ വരുമ്പോൾ, സാലറിയിലൊക്കെ ഇൻക്രിമെൻറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എന്നാലാണ് ആവശ്യമായ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് അവിടെ സ്വരൂപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പല നിക്ഷേപ ഓപ്ഷനുകളുണ്ട്. അത് നോക്കി ഏതാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം പല ഓപ്ഷൻസും ഉള്ളത് കൊണ്ട് ഏതിലായിരിക്കാം കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടുക എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ സാധാരണ ഇതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക്, പലരും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചിലർ ഈ ഒരു പ്ലാനിൽ പങ്കെടുക്കാതിരിക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ച് ഈ പ്ലാനുകളിൽ നിന്നും പല ജീവനക്കാരും മാറി നിൽക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കൃത്യമായ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് സ്വരൂപിക്കാൻ കഴിയാതെ വരും. പിന്നെ ചിലവർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിലും ചില അത്യാവശ്യ കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മാരേജോ അല്ലെങ്കിൽ വീട്ടിൽ
വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഈ ഒരു PF-ൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ചിലർ ശ്രമം നടത്തും. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ടാണ് അവിടെ കുറയുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് സമ്പാദ്യം കുറയും എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ നിക്ഷേപ ഓപ്ഷനുകൾ പല ഓപ്ഷനുകളിലാണ് വരുന്നത്. അത് സർക്കാർ ബോണ്ടുകൾ അങ്ങനെയുള്ള പല ഓപ്ഷൻ, അതായത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇതിലാണ് വരുന്നത് സത്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പല ഓപ്ഷനുകളിലും പല ഉയർന്ന ഫീസുകൾ ഈടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ആ ഫീസ് പോകുമ്പോൾ അത് അത്രയും കൂടി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ അങ്ങനെ നമ്മൾ ഈ ഒരു സാമ്പത്തിക ഭാവി നമുക്ക് ഉറപ്പാക്കാനായിട്ട് ഒരു നല്ല ഉപകരണം തന്നെയാണ് ഇത്. ഒരു റെഗുലറായിട്ട് ഇൻകം അല്ലെങ്കിൽ ഒരു ജോലി നമുക്കുള്ളപ്പോൾ ഈ ഒരു കാര്യം നല്ല ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരം പ്ലാനുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് എത്രത്തോളം നമുക്ക് അവിടെ ജോലി ഉണ്ടാകും എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട്, നല്ല രീതിയിലുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഈ പ്ലാനുകളുടെ ആനുകൂല്യങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ആശങ്കയില്ലാതെ ഒരു റിട്ടയർമെൻറ്റിന് നമുക്ക് റിട്ടയർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നന്ദി. നിങ്ങൾക്ക് പ്ലാനുകളെക്കുറിച്ച് കുറച്ച് അറിവ് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും അഡ്വൈസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ എപ്പോഴും ഉണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. ജയശ്രീ ഗോവിന്ദൻ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും സന്തോഷകരവുമായ റിട്ടയർമെൻറ്റ് ആശംസിക്കുന്നു. ഗുഡ് ബൈ. താങ്ക് യു.